ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. നമ്മളിന്ന് മറ്റൊരു ക്ലാസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ്. ഏത് പരീക്ഷയിലും ഇനിയിപ്പോ വരാൻ വേണ്ടി പോകുന്ന 10th പ്രിലിംസോ മെയിൻസോ ആയിക്കോട്ടെ, LGSന്റെ പരീക്ഷ ആയിക്കോട്ടെ, എന്തിന് ഡിഗ്രി പ്രിലിംസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള പരീക്ഷകൾ വരുന്നുണ്ട്. അതിനൊക്കെ 100% ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൃത്യമായി ഈ ക്ലാസ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോസ് ഒക്കെ കൃത്യമായി അപ്ലോഡ് ചെയ്യുകയാണ്. ആ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും ഈ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താം. ദേവസ്വം ബോർഡിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവുകയാണ്. ആ പരീക്ഷയ്ക്കൊക്കെ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോസ് ലൈക്ക് തരിക. നല്ല ലൈക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമുണ്ട്. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് വേണമെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതിനനുസരിച്ച ക്ലാസ്സുകൾ നമ്മൾ ലഭ്യമാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിൽ പരീക്ഷ എഴുതുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഓടി എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ കുറച്ച് പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ എന്ന് വന്നാൽ തന്നെ നേരെ എന്ത് പോവുക, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നതിലേക്ക് പോവുക. കാരണം മൗലിക അവകാശങ്ങളാണ്, മറ്റേത് കടമകളാണ്. ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. അത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പഞ്ചായത്തി രാജ് സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതാണ്? അത് നിർദ്ദേശക തത്വങ്ങളിലാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് മറ്റൊരു ചോദ്യമാണ്, താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? രാജ്യത്തിന്റെ പ്രതിരോധം ഉൾപ്പെടുന്നുണ്ടോ? ഇല്ല. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഉൾപ്പെടുന്നുണ്ടോ? ഇല്ല. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ട്. പരിസ്ഥിതി സംരക്ഷണം ഉണ്ട്. 2ഉം 4ഉം എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. രാജ്യത്തിന്റെ പ്രതിരോധം ഇല്ല എന്ന് കണ്ട ഈ ഒരു ഓപ്ഷൻ കളയാം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുമ്പോൾ തന്നെ അത് എന്താണ്, മൗലിക അവകാശങ്ങളായി 3 വരുന്നത് നമുക്ക് കളയാൻ വേണ്ടി സാധിക്കും. പിന്നെ 4 മാത്രമല്ല, 2ഉം 4ഉം എന്നതാണ് ഉത്തരമായിട്ട് ഇവിടെ വരുന്നത്. അടുത്തത്, നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത്? ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഒന്ന്, ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ ഗാന്ധി ആശയമാണ്. യൂണിഫോം സിവിൽ കോഡ് ഗാന്ധിയുടെ ആശയമാണോ? അല്ല. കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ ഗാന്ധിയുടെ ആവശ്യമാണ്. ലഹരി വസ്തുക്കളുടെ നിരോധനം ഗാന്ധിയൻ ആശയമാണ് എന്ന് മനസ്സിലാക്കുക. ഇതില് ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം. ശരിയാണ്. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. തെറ്റാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് ഇവ. ഇതിൽ 1, 3, 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് പോവാം. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകരമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടി അതിന് പര്യാപ്തമാകുന്നില്ലെങ്കിൽ അതിന് സഹായകരമാകുന്ന സാമൂഹികമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടന ആരോട് നിർദ്ദേശിക്കുന്നുണ്ട്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ 4ാം ഭാഗത്ത് നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്നത്. 36 മുതൽ 51 വരെ
ഇനി നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് അയർലൻഡ് അല്ലെങ്കിൽ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്, അയർലൻഡിൽ നിന്ന്. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ രാജ്യം ചോദിച്ചാൽ അത് സ്പെയിനാണ്. ഇന്ത്യ അയർലൻഡിലാണ് കടമെടുത്തിരിക്കുന്നത്. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം അത് സ്പെയിനാണ്. ഏതാണ്? സ്പെയിൻ. അടുത്ത്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ ഒരു പട്ടിക 1928 മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ് തയ്യാറാക്കിയത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകാൻ അവകാശങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയത് ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. 1928 ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ഇനി 1945 സപ്രു കമ്മിറ്റി വ്യക്തികളുടെ അവകാശങ്ങളെ ന്യായവാദത്തിന് അർഹമായവ, ന്യായവാദത്തിന് അർഹമല്ലാത്തവ എന്നിങ്ങനെ രണ്ടായി തിരിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ആരാണ്? സപ്രു കമ്മിറ്റി. സപ്രു ആണ് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ കാരണമായ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ തലവൻ എന്ന് പറയുന്നത്. അപ്പൊ സപ്രു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തമായി ഇവിടെ തന്നെ പഠിച്ചു പോവുക. സപ്രു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹമാണ് അവകാശങ്ങളെ ന്യായവാദത്തിന് അർഹമായവയും ന്യായവാദത്തിന് അർഹമല്ലാത്തവയും എന്നിങ്ങനെ രണ്ടായി തിരിക്കാൻ ശുപാർശ ചെയ്ത ഒരു വ്യക്തി. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ന്യായവാദത്തിന് അർഹമായ അവകാശങ്ങളെ ഭാഗം 3 മൗലികാവകാശങ്ങൾ എന്ന പേരിലും, അതായത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ന്യായവാദത്തിന് അർഹമായ അവകാശങ്ങളെ ഭാഗം 3 എന്ത് ചെയ്തു? മൗലിക അവകാശങ്ങൾ എന്ന പേരിലും, ന്യായവാദത്തിന് അർഹമല്ലാത്ത അവകാശങ്ങളെയും ക്ഷേമരാഷ്ട്രം രൂപവൽക്കരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിലും ഉൾപ്പെടുത്തി. അതായത് അവകാശങ്ങളെ, ന്യായവാദത്തിന് അർഹമായ അവകാശങ്ങളെ മൗലികാവകാശങ്ങൾ എന്ന പേരിൽ ഭാഗം 3 ഉൾപ്പെടുത്തി. അപ്പോഴാണ് ന്യായവാദത്തിന് അർഹമല്ലാത്ത, അതായത് നീതിയുക്തമല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോയി സ്ഥാപിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത അവകാശങ്ങളെയും അതുപോലെ തന്നെ ക്ഷേമരാഷ്ട്രം രൂപവൽക്കരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും എന്ത് ചെയ്തു? ഭാഗം 4. അപ്പോ നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ വരുന്നത് എവിടെയാണ്? ഭാഗം 4 ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഭാഗം 3 മൗലിക അവകാശങ്ങൾ, ഭാഗം 4 എന്താണ്? മൗലിക കടമകൾ എന്നിങ്ങനെയാണ് വരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടാൻ ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാം. എങ്ങനെ? റിട്ട് വഴി. അതായത് റിട്ട് വഴി എന്ത് ചെയ്യാം? മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടാൻ ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ സമീപിക്കാം. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ്, ഉത്തരവുകളാണ് റിട്ടുകൾ. അതായത് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ റിട്ടുകൾ എന്നറിയപ്പെടും. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരവുമാണ്. ഹൈക്കോടതികൾ 226 പ്രകാരം. ഇനി നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ലെന്നും ഇവ ന്യായവാദത്തിന് അർഹമല്ലെന്നും പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 37 പ്രകാരമാണ്. നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ലെന്നും ഇവ ന്യായവാദത്തിന് അർഹമല്ലെന്നും പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 37 പ്രകാരമാണ്. അതുപോലെ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. BR അംബേദ്കർ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നാണ് അംബേദ്കർ മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ഡോക്ടർ BR അംബേദ്കർ മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനി നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവിലെ ഓസ്റ്റിൻ ആണ്. നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവിലെ ഓസ്റ്റിൻ ആണ്. ആരാണ്? ഗ്രാൻവിലെ ഓസ്റ്റിൻ. അടുത്തത്, ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളെ ഒരു രീതിയിലും തരംതിരിച്ചിട്ടില്ല. മനസ്സിലാക്കുക, ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളെ ഒരു തരത്തിലും അല്ലെങ്കിൽ ഒരു രീതിയിലും തരം തിരിച്ചിട്ടില്ല.
എന്നാൽ ഇവയുടെ ഉള്ളടക്കത്തിന്റെയും ലക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് പൊതുവായി മൂന്നായി തിരിക്കാം. പൊതുവെ മൂന്നായിട്ടാണ് ഇവയുടെ ഉള്ളടക്കത്തിന്റെയും ലക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ. അത് ഒന്ന് സോഷ്യലിസ്റ്റ് തത്വങ്ങളെന്നും, രണ്ട് ഗാന്ധിയൻ തത്വങ്ങളെന്നും, മൂന്ന് ലിബറൽ ഇന്റലക്ച്വൽ തത്വങ്ങൾ എന്നുമാണ് തിരിക്കുന്നത്. അതായത് ഓർക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളെ ഒരു രീതിയിലും എന്താണ് തരം തിരിച്ചിട്ടില്ല. ഒരു രീതിയിലും തരം തിരിച്ചിട്ടില്ല. എന്നാൽ ഉള്ളടക്കത്തിന്റെയും ലക്ഷ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്താണ് നമ്മൾ പൊതുവെ മൂന്നായി തിരിക്കുന്നു. സോഷ്യലിസ്റ്റ് തത്വങ്ങൾ എന്നും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്നും, ഗാന്ധിയൻ തത്വങ്ങൾ അല്ലെങ്കിൽ ഗാന്ധിയൻ ആശയങ്ങൾ എന്നും, ലിബറൽ ഇന്റലക്ച്വൽ തത്വങ്ങൾ അല്ലെങ്കിൽ ലിബറൽ ഇന്റലക്ച്വൽ ആശയങ്ങൾ എന്നുമാണ് ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നത്. ഇതിൽ സോഷ്യലിസ്റ്റ് തത്വവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങളുടെ ആർട്ടിക്കിളാണ് 38, 39, 39A, 41, 42, 43, 43A, 47 എന്നിങ്ങനെ വരുന്നത്. അതിൽ ഗാന്ധിയൻ തത്വവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ 40, 43, 43B, 46, 47, 48 അതിൽ വരുന്നുണ്ട്. ലിബറൽ ഇന്റലക്ച്വൽ തത്വങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ ആർട്ടിക്കിൾ 44, 45, 48, 48A, 49, 50, 51 എന്നിങ്ങനെ വരുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി നിർദ്ദേശക തത്വങ്ങളെ എ ചെക്ക് ഓൺ എ ബാങ്ക് പേബിൾ ഓൺലി വെൻ ദ റിസോഴ്സസ് ഓഫ് ദ ബാങ്ക് പെർമിറ്റ്. അതായത് ഇതൊരു ബാങ്കിലെ ചെക്കാണ്, ബാങ്ക് ആവശ്യപ്പെടുമ്പോൾ മാത്രം പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ചെക്ക് എന്ന് വിമർശിച്ച വ്യക്തി, അല്ലെങ്കിൽ ബാങ്ക് ആവശ്യപ്പെടുമ്പോൾ മാത്രം പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെക്ക് ആണ് എന്ന് വിമർശിച്ചത് KT ഷാ ആണ്. അതായത് ചെക്ക് ഓൺ എ ബാങ്ക് പേബിൾ ഓൺലി വെൻ ദ റിസോഴ്സസ് ഓഫ് ദ ബാങ്ക് പെർമിറ്റ്, ബാങ്ക് ആവശ്യപ്പെടുമ്പോൾ മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് പറഞ്ഞത് KT ഷാ ആണ്. നോ ബെറ്റർ ദാൻ ദ ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷൻ വിച്ച് ആർ ബ്രോക്കൺ ഓൺ ദ 2nd of January എന്ന് വിമർശിച്ചത് നസറുദ്ദീനാണ്. അതായത് ന്യൂ ഇയർ റെസൊല്യൂഷനെ പോലെ തന്നെ 1-ാം തീയതി പ്രതിജ്ഞയെടുക്കും, 2-ാം തീയതി കളയും എന്ന് പറഞ്ഞത് നസറുദ്ദീനാണ്. വെരിറ്റബിൾ ഡസ്റ്റ്ബിൻ സെന്റിമെന്റ്സ് എന്ന് വിമർശിച്ചത് TT കൃഷ്ണമാചാരി. വെരിറ്റബിൾ ഡസ്റ്റ്ബിൻ സെന്റിമെന്റ്സ് എന്ന് വിശേഷിപ്പിച്ചത് TT കൃഷ്ണമാചാരിയാണ്. അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിയൻ ആശയങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഒന്ന് കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക, ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക, ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുക, ലഹരി വസ്തുക്കളുടെ നിരോധനം എന്നിവയാണ് ഗാന്ധിയൻ ആശയങ്ങളിൽ പ്രധാനം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയെ ഒരു ക്ഷേമരാജ്യമായി വിഭാവനം ചെയ്യുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യയെ ഒരു ക്ഷേമ രാജ്യമായി വിഭാവനം ചെയ്യുന്ന ആശയങ്ങളാണ് ഭാഗം 4 എന്ന് പറയുന്നതിൽ ഉൾക്കൊള്ളുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമത്തെ ഏത് ഭാഗവുമായിട്ടാണ് സാമ്യതയുള്ളത്? അതായത് മാർഗമാണ് കേട്ടോ. മാർഗനിർദ്ദേശങ്ങൾക്ക് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമത്തെ ഏത് ഭാഗവുമായിട്ടാണ് സാമ്യതയുള്ളത് ചോദിച്ചാൽ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. 1935 ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഭാഗവുമായിട്ടാണ് സാമ്യതയുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി ജനക്ഷേമം മുൻനിർത്തിയുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് ആവശ്യമായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഭരണഘടന നിർദ്ദേശിക്കുന്ന ഭാഗമാണ് ഭാഗം 4. ഭരണഘടന നിർദ്ദേശിക്കുന്നത് ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രകാരമാണ്. അടുത്തത് ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാവുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഉൾപ്പെടുന്നത് ഏതിലാണ്? നിർദ്ദേശക തത്വങ്ങളിലാണ്. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഉൾപ്പെടുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും, അതായത് സർക്കാരുകളുടെ നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4 എന്തൊക്കെയാണ് പറയുന്നത്? നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും എന്ത് ചെയ്യണം? രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഭാഗം 4 എന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ സാധ്യത കൂടിയതുമാണ്. ഇനി മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ചില അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ചില അവകാശങ്ങൾ. മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ചില അവകാശങ്ങൾ എന്ത് ചെയ്തു? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഭാഗം 4 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി
അവകാശ സംരക്ഷണത്തിനായുള്ള മൗലികാവകാശങ്ങളും ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതാണ് അവകാശ സംരക്ഷണത്തിനായുള്ള മൗലിക അവകാശങ്ങളും ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന വസ്തുത കൂടി മനസ്സിലാക്കുക. മറ്റൊന്ന്, മൗലികാവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ കൂടി നടപ്പിലാക്കണം. മൗലികാവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിർദ്ദേശക തത്വങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ത് ചെയ്യണം? അവിടെ നടപ്പിലാക്കണം. അതുപോലെ ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവതോമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കണം. അതായത് ക്ഷേമരാഷ്ട്രങ്ങൾ എന്ത് ചെയ്യണം? ജനങ്ങളുടെ സർവതോമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു എന്നുകൂടി അവിടെ പറയുന്നുണ്ട്. ഇനി എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. എല്ലാ ജനങ്ങളുടെയും, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ, അതാണ്ട് നമുക്ക് നമ്മുടെ വളരെ പാവപ്പെട്ട ആളുകളും വളരെ മുകളിലുള്ള ആളുകളുണ്ട്, അങ്ങനെ ഒരു തരത്തിലുള്ള ഇതില്ലാതെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നത് എന്തെല്ലാം എന്ന് ചോദിച്ചാൽ, ഒരു ക്ഷേമരാഷ്ട്രം എന്തൊക്കെയാണ് ഉറപ്പുവരുത്തുന്നത്? ഒന്ന്, പൊതുവിഭവങ്ങളുടെ വിതരണം. മറ്റൊന്ന് വിദ്യാഭ്യാസം. എന്താണ് വിദ്യാഭ്യാസം? പിന്നീട് പൊതുജനാരോഗ്യം. അതായത് ഒരു ക്ഷേമരാഷ്ട്രം പൊതുവിഭവങ്ങളുടെ വിതരണവും വിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും ഉറപ്പുവരുത്തണമെന്ന് കൂടി മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നുണ്ട്. ഇനി മഹാത്മാഗാന്ധിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം എഴുതണം. എന്തെഴുതണം? അത് ഭാഗം 4 എന്നാണ് നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് നമുക്ക് ഉത്തരമായിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കണം. എന്താണ്? മഹാത്മാഗാന്ധിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ്. അടുത്തത്, സോഷ്യലിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വമാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നിർദ്ദേശക തത്വത്തിൽ തന്നെ സോഷ്യലിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 39D ഉണ്ട്. എന്താണ്? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആണ്, അല്ലെങ്കിൽ അനുച്ഛേദമാണ് അനുച്ഛേദം 39D. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിയാണെങ്കിൽ തുല്യ വേതനം നൽകണം. ഇങ്ങനെ പറയുന്നത് ഭരണഘടനാ അനുച്ഛേദം 39D ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 36 മുതലാണ് 51 വരെ, 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ 37 എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 38 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആർട്ടിക്കിൾ 38, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയിലൂടെ ഒരു സാമൂഹ്യ ക്രമം ഉറപ്പാക്കിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുക, വരുമാനത്തിലെ അസമത്വം കുറയ്ക്കുക എന്നതാണ്. ആർട്ടിക്കിൾ 38 പ്രകാരം സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയമായ നീതിയിലൂടെ ഒരു സാമൂഹിക ക്രമം എന്ത് ചെയ്യുക? ഉറപ്പാക്കിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുകയും വരുമാനത്തിലെ അസമത്വം കുറയ്ക്കുകയും ചെയ്യുക. 38. 39 വന്നാൽ രാഷ്ട്രം അനുവർത്തിക്കേണ്ട ചില നയതത്വങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു. രാഷ്ട്രം അനുവർത്തിക്കേണ്ട ചില നയതത്വങ്ങളെ കുറിച്ച് ആർട്ടിക്കിൾ 39 പരാമർശിക്കുന്നുണ്ട്. ഇവയിൽ തന്നെ 6 ഉപവകുപ്പുകൾ കൂടിയുണ്ട്. 6 ഉപവകുപ്പുകൾ 39A മുതൽ 39F വരെ, 39A മുതൽ 39F വരെ. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് 39D. നമ്മൾ പറഞ്ഞ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്ന ആ ഒരു കാര്യം. ഇനി 39A എന്താണെന്ന് നോക്കാം. തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും പ്രോത്സാഹിപ്പിക്കുക. തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ സഹായവും പ്രോത്സാഹിപ്പിക്കുകയാണ് 39A ജോലി. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ ഒരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഈ അനുച്ഛേദത്തിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ടവർക്ക് നിയമസഹായം നൽകാനായി, ഈ ഒരു ഭരണഘടനാ ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് നിയമസഹായം നൽകാനായി 1995
രൂപീകൃതമായ സ്ഥാപനമാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്നത് 1995 ഈ ഒരു ആർട്ടിക്കിൾ 39A പ്രകാരമാണ് ഈ ഒരു നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി രൂപം കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. അടുത്തത് ആർട്ടിക്കിൾ 39B പൊതു നന്മയ്ക്ക് വേണ്ടി പൊതുവിഭവങ്ങൾ ഉചിതമായി വിതരണം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന തത്വം. അതായത് പൊതു നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? പൊതുവിഭവങ്ങൾ ഉചിതമായി വിതരണം ചെയ്യണം. ഇങ്ങനെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത്. ആർട്ടിക്കിൾ 39C എന്ത് പറയുന്നു? പൊതുദ്രോഹത്തിനിടയാക്കുന്ന വിധം സ്വത്ത് കുമിഞ്ഞുകൂടുന്നതിനെ തടയണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു നിർദ്ദേശക തത്വമാണ്. പൊതുദ്രോഹത്തിനിടയാകുന്ന വിധം സ്വത്ത് കുമിഞ്ഞുകൂടുന്നതിനെ തടയണമെന്ന് ഉദ്ദേശിക്കുന്ന നിർദ്ദേശക തത്വം. 39D നമ്മൾ പറഞ്ഞു, തുല്യ ജോലിക്ക് സ്ത്രീയായാലും പുരുഷനായാലും എന്ത് ചെയ്യണം? തുല്യമായ വേതനം നടപ്പിലാക്കുക. 39E എന്താണ് പറയുന്നത്? തൊഴിലാളികളുടെ ആരോഗ്യം സംരക്ഷിക്കുക, പൗരന്മാരെ അവരുടെ വയസ്സിനും ആരോഗ്യത്തിനും അനുയോജ്യമല്ലാത്ത തൊഴിലുകളിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുന്നതാണ് ആർട്ടിക്കിൾ 39E. തൊഴിലാളികളുടെ എന്ത് ചെയ്യുക? അവരെ ആരോഗ്യം സംരക്ഷിക്കുക, പൗരന്മാരുടെ അവരുടെ വയസ്സിനും ആരോഗ്യത്തിനും അനുയോജ്യമല്ലാത്ത തൊഴിലുകളിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നുകൂടെ നിർദ്ദേശക തത്വം 39E പറയുന്നു. 39F എന്താണ് പറയുന്നത്? ബാല്യത്തെയും യൗവനത്തെയും ചൂഷണത്തിൽ നിന്നും അധാർമികവും അനാരോഗ്യകരവുമായ ശീലങ്ങളിൽ നിന്നും പരിരക്ഷിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന നിർദ്ദേശകത്വം. ബാല്യത്തെയും യൗവനത്തെയും ചൂഷണത്തിൽ നിന്നും അധാർമികവും അനാരോഗ്യകരവുമായ ശീലങ്ങളിൽ നിന്നും പരിരക്ഷിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന നിർദ്ദേശകത്വമാണ് 39F എന്ന് പറയുന്നത്. 39F. അടുത്തത് 40 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 40 ഓർത്ത് വെക്കുക. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിർദ്ദേശക തത്വം. ആർട്ടിക്കിൾ 40 എന്താണ്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 41 വന്നാലോ? തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം. തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നീ അവസ്ഥകളിൽ ജോലിക്കും വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനുമുള്ള അവകാശം ഉറപ്പുവരുത്തുക. എന്നീ അവസ്ഥകളിൽ ജോലിക്ക്, വിദ്യാഭ്യാസത്തിന്, പൊതുസഹായത്തിന് എന്നിവയ്ക്കുള്ള അവകാശം ഉറപ്പുവരുത്തുക. ആർട്ടിക്കിൾ 42 എന്ന് പറയുന്നത് ന്യായമായതും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും പ്രസവാനുകൂല്യത്തിനും വ്യവസ്ഥ ചെയ്യുന്ന നിർദ്ദേശക തത്വം. ന്യായമായതും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുക, പ്രസവാനുകൂല്യത്തിന് വ്യവസ്ഥ ചെയ്യുന്ന നിർദ്ദേശക തത്വമാണ് ആർട്ടിക്കിൾ 42. 42 എന്താണ്? പ്രസവാനുകൂല്യത്തിന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കൂടാതെ ന്യായമായതും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ആർട്ടിക്കിൾ 42 എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. 43 തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തുക. തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തുക, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക എന്നത് ആർട്ടിക്കിൾ 43 ആണ്. 43 ആർട്ടിക്കിൾ 43 തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തുക, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ആർട്ടിക്കിൾ 43A ചോദിച്ചാൽ വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. ആർട്ടിക്കിൾ 43A ആണ് വ്യവസായശാലകളുടെ നടത്തിപ്പിലുള്ള തൊഴിലാളികളുടെ പങ്കാളിത്തത്തെ കുറിച്ച് പറയുന്നത്. 1976 42 ഭേദഗതിയിലൂടെ അത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 76 42 ഭേദഗതിയിലൂടെ ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ആ ഒരു ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. 43B ആർട്ടിക്കിൾ 43B സഹകരണ സംഘങ്ങളുടെ രൂപവൽക്കരണം, അവയുടെ നടത്തിപ്പ്, പ്രമോഷൻ തുടങ്ങിയവയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 43B സഹകരണ സംഘങ്ങളുടെ രൂപവൽക്കരണം, നടത്തിപ്പ്, പ്രമോഷൻ തുടങ്ങിയവയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. മുൻ വർഷങ്ങളിലൊക്കെ പണ്ട് ചോദിച്ചിട്ടുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് പഠിച്ചു നോക്കുക. ഇനി 43B എന്ന് പറയുന്ന സഹകരണ സംഘങ്ങളുടെ രൂപവൽക്കരണവും നടത്തിപ്പും പ്രമോഷനുമാണ്. ഇത് 2011 97 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർക്കപ്പെട്ടത്. 2011 97 ഭരണഘടന 2011 97 ഭരണഘടനാ ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 43B എന്ത് ചെയ്തു? കൂട്ടിച്ചേർക്കപ്പെട്ടു. അടുത്ത ആർട്ടിക്കിൾ 44 ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 44 ഇമ്പോർട്ടന്റ്. ആർട്ടിക്കിൾ 44
ആർട്ടിക്കിൾ 44 എന്താണ്? ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണം, യൂണിഫോം സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44 മാർഗ നിർദ്ദേശക തത്വങ്ങളിലാണ്. അടുത്തത് ആർട്ടിക്കിൾ 45 ഇമ്പോർട്ടന്റ് ആണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നു. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കണം? സംരക്ഷണം വേണം, വിദ്യാഭ്യാസം, ഇത് രണ്ടും എന്താണ് നൽകണമെന്ന് അനുശാസിക്കുന്നു. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത്. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം. അടുത്തത് 46 പട്ടികജാതിക്കാരുടെയും പട്ടിക ഗോത്രവർഗക്കാരുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങളെ സംരക്ഷിക്കുമെന്ന് അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 47 ചോദിച്ചാൽ പൊതുജനങ്ങളുടെ ആരോഗ്യകാര്യത്തിലുള്ള പുരോഗതി, അതായത് പൊതുജനങ്ങളുടെ ആരോഗ്യകാര്യത്തിലുള്ള പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, ലഹരി വസ്തുക്കളുടെ നിരോധനം, അതിലാണ് മദ്യ നിരോധനവും വരുന്നത്. ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 47 ഇമ്പോർട്ടന്റ് ആണ്. 47 എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. കാരണം പൊതുജനങ്ങളുടെ ആരോഗ്യ കാര്യത്തിലുള്ള പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക. കൂടാതെ ലഹരി വസ്തുക്കളുടെ നിരോധനവും, മദ്യനിരോധനം അടക്കം ഈ ഒരു ഇത് പ്രകാരമാണ് വന്നിരിക്കുന്നത്. മദ്യവസ്തുക്കളുടെ നിരോധനവും മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 48 ചോദിച്ചാൽ കൃഷി, മൃഗസംരക്ഷണം, ഗോവധ നിരോധനം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനത്തെക്കുറിച്ച്, മൃഗ സംരക്ഷണത്തെക്കുറിച്ച്, കൃഷിയെക്കുറിച്ച്, മൃഗസംരക്ഷണത്തെക്കുറിച്ച്, ഗോവധ നിരോധനത്തെക്കുറിച്ച് എന്നിവ ആർട്ടിക്കിൾ 48. അടുത്തത് ആർട്ടിക്കിൾ 48A പറയുന്നത് എന്താണ്? പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി സംരക്ഷണം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി സംരക്ഷണം എന്നിവയെ കുറിച്ച് 48A. ഏതാണ്? 48A. 48ലേക്ക് വരുമ്പോൾ ഗോവധ നിരോധനം, മൃഗസംരക്ഷണം, കൃഷി. ഇനി ഈ ആർട്ടിക്കിൾ 48A ഭരണഘടനാ ഭേദഗതി 1976 42 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആർട്ടിക്കിൾ 48A കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇനി 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ എന്നിവയുടെ സംരക്ഷണം. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ എന്നിവയുടെ സംരക്ഷണം ആർട്ടിക്കിൾ 49. ആർട്ടിക്കിൾ 50 നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കുക. നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുകയാണ് ആർട്ടിക്കിൾ 50. 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കൽ. പ്രോത്സാഹിപ്പിക്കലാണ് ആർട്ടിക്കിൾ 51 എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുക. അടുത്തത് ഇനി ഒരു 3 കേസുകളാണ് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു 3 കേസുകൾ. അതിലൊന്ന് ചമ്പകം ത്വരൈ രാജൻ കേസ്. അത് മെഡിക്കൽ കോളേജുകളിൽ അബ്രാഹ്മണർക്ക് സീറ്റ് സംവരണം ചെയ്ത് അനുച്ഛേദം 29(2) ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്ന പരാതി കോടതിക്ക് മുമ്പിലെത്തി. അതായത് മെഡിക്കൽ കോളേജുകളിൽ അബ്രാഹ്മണർക്ക് സീറ്റ് സംവരണം ചെയ്തത് അനുച്ഛേദം 29(2) ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിന്റെ ലംഘനമാണെന്ന പരാതി കോടതിക്ക് മുമ്പിലെത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിന്റെയോ ജാതിയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നിഷേധിക്കരുതെന്നാണ് അനുച്ഛേദം 29(2) വ്യവസ്ഥ ചെയ്യുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 46 പിന്നാക്ക വിഭാഗക്കാരുടെ വിദ്യാഭ്യാസപരമായ ഉന്നമനം പ്രോത്സാഹിപ്പിക്കണമെന്ന് മാർഗനിർദ്ദേശമുണ്ട്. 46 പിന്നാക്ക വിഭാഗക്കാരുടെ വിദ്യാഭ്യാസപരമായ ഉന്നമനം പ്രോത്സാഹിപ്പിക്കണമെന്ന മാർഗനിർദ്ദേശമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംവരണ നിയമത്തിന് കോടതി സാധുത നൽകുകയാണ് ഉണ്ടായത്. അതുപോലെയാണ് 1980 മിനർവ മിൽസ് കേസ്. 1980 മിനർവ മിൽസ് കേസ് സുപ്രീം കോടതി ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിൽ പൊരുത്തമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തി. അതായത് മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള പൊരുത്തമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തി എന്ന് സുപ്രീം കോടതി മിനർവ മിൽസ് കേസിൽ അഭിപ്രായപ്പെട്ടു. ഇവ രണ്ടും രാജ്യത്തിന് സാമൂഹിക വിപ്ലവത്തോടുള്ള ആത്മാർത്ഥത വ്യക്തമാക്കുന്നു. ഒരു തേരിന്റെ രണ്ട് ചക്രങ്ങൾ പോലെ
മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ്. അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും എന്താണ്? പരസ്പര പൂരകങ്ങളാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യപ്രാപ്തി മൗലികാവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടാവണം. മാർഗനിർദ്ദേശക തത്വങ്ങൾ പരസ്പരം പൂരിതമാണെന്ന് പറഞ്ഞു. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യപ്രാപ്തി എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടാണ്. ഇനി അതുപോലെ തന്നെ 67 ഗോലക്നാഥ് കേസിൽ വ്യത്യസ്തമായ ഒരു നിലപാട് കോടതി സ്വീകരിച്ചിട്ടുണ്ട്. 1967 ഗോലക്നാഥ് കേസിൽ വ്യത്യസ്തമായ ഒരു നിലപാട് കോടതി സ്വീകരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 67 കഴിഞ്ഞ് 80 മറ്റേതെന്നാലും പറയുക. മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി മൗലികാവകാശങ്ങളെ ഭേദഗതി ചെയ്യരുതെന്ന് ഈ കേസിൽ കോടതി നിലപാടെടുത്തു. അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി മൗലിക അവകാശങ്ങളെ ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് കോടതി നിലപാടെടുത്തിട്ടുണ്ട്. ഈ പ്രശ്നം മറികടക്കാനാണ്, കോടതിയുടെ ഈ ഒരു കേസിനെ മറികടക്കാനാണ് 71 24-ാമത്തെയും 25-ാമത്തെയും ഭരണഘടനാ ഭേദഗതി, 1971 24-ാമത്തെയും 25-ാമത്തെയും ഭേദഗതി ഈ പറയുന്ന ഗോലക്നാഥ് കേസിൽ കോടതി സ്വീകരിച്ച ഈ ഒരു വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഈ ഭേദഗതി പ്രകാരം, അതായത് ഇതിലെ 24-ാം ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താനുള്ള അവകാശം പാർലമെന്റിന് ലഭിച്ചു. ഈ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ 24-ാം ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താനുള്ള അവകാശം ആർക്ക് ലഭിച്ചു? പാർലമെന്റിന് ലഭിച്ചു. എന്നാൽ ഇങ്ങനെ ലഭിച്ചെങ്കിലും മറ്റൊരു കോടതി, നമ്മുടെ യശവാനന്ദ ഭാരതി കേസിലൂടെ ഒക്കെ, അതായത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന മറ്റൊരു വിധി കൂടി കോടതി പിന്നീട് കൊണ്ടുവന്നിട്ടുണ്ട്. മൗലികാവകാശങ്ങളുടെ അടിസ്ഥാന ഘടനയ്ക്ക് അല്ലെങ്കിൽ മൗലികാവകാശങ്ങളല്ല, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ഭേദഗതി പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതോടെ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ ഈ ബേസിക് സ്ട്രക്ചർ ഏതാണെന്ന് കൃത്യമായി കോടതി പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഈ പുതിയ ഭേദഗതികളൊക്കെ വരുമ്പോൾ കൃത്യമായി പഠിച്ചിട്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കൂ എന്ന് കൂടി അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതിലൊക്കെ നമുക്ക് കൃത്യമായ പോയിന്റുകൾ, ഇതിനപ്പുറം ഒന്നും നമ്മുടെ പരീക്ഷയിൽ ചോദ്യങ്ങളിൽ കടന്നു വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചു പോവുക. പറഞ്ഞതുപോലെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് നീട്ടിപ്പിടിച്ചങ്ങ് ചെയ്തേക്ക്. അത് നമുക്ക് ഒരു മോട്ടിവേഷനാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ. നമ്മുടെ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് അടക്കമുള്ള സ്റ്റോർ കീപ്പർ, അസിസ്റ്റന്റ് ടൈം കീപ്പർ, പ്യൂൺ അടക്കമുള്ള ക്ലാസ്സുകളിലേക്ക് നമ്മളൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അത് വീഡിയോ, ഓഡിയോ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഡെയിലി CA PDF നോട്ടുകൾ, SCRTയുടെ ക്ലാസ്സുകൾ, അതിന്റെ നോട്ടുകൾ, വീക്ക്ലി ഡെയിലി ക്വിസുകൾ, നമ്മൾ മോക്ക് ടെസ്റ്റുകൾ, PYQ അനാലിസിസ് ഒക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. 330 രൂപയാണ് നമ്മൾ അതിന്റെ ഫീസ് എന്ന് പറയുന്നത്. 330 രൂപ എക്സാം വരെയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 730-666-2334 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും കാണാം. താങ്ക്